ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ വാമപ്പ് ആയിരിക്കും ചെയ്യുന്നത്. ഫുൾ ബോഡി വാമപ്പ് ആണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ പാർട്ടിന് വേണ്ടിയുള്ള ഓരോ പോർഷന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, എപ്പോഴും കാല് വയറിൽ അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന സമയത്തോ ഒന്നും എന്ത് ചെയ്യരുത്, ഒരിക്കലും വർക്കൗട്ട് ചെയ്യരുത്. കാരണം നമ്മുടെ ബോഡി ഒന്നുകൂടെ ടയേർഡ് ആവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നോമ്പൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ എന്ത് ചെയ്യും, എക്സസൈസ് ചെയ്യും. അതുപോലെ നമ്മൾ രാത്രി ചിലപ്പോൾ ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ച് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുന്നവരാണ്. അപ്പം അതിനുശേഷം രാവിലെ എണീറ്റ് വെറും വയറോടെ എന്ത് ചെയ്യരുത്, വർക്കൗട്ട് ചെയ്യരുത്. നമ്മുടെ ശരീരത്തിന് നല്ലൊരു ബുദ്ധിമുട്ടാണത്. അത് മാത്രമല്ല, നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചതിന് ശേഷം എന്ത് ചെയ്യരുത്, ഒരിക്കലും എക്സസൈസും ചെയ്യരുത്. നമ്മുടെ വയറുവേദനയ്ക്കും ശരീരത്തിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഓക്കെ. നമ്മൾ എപ്പോഴും കാലറി ഡെഫിസിറ്റിൽ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ ഇപ്പോൾ ഡയറ്റിൽ ഇരിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, കൺട്രോളിൽ ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് പ്രധാനമായിട്ടും ഡയറ്റ് തന്നെയാണ് വരുന്നത്. എക്സസൈസ് നമ്മുടെ ശരീരത്തിനൊന്ന് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിനൊന്ന് സ്ട്രെങ്ത് ഉണ്ടാക്കി എടുക്കുന്നതിനും ഓരോരോ അവയവങ്ങൾക്ക് സ്ട്രെങ്ത് ഒക്കെ വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും നമ്മുടെ ഈ ഡയറ്റിൽ എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലാതെ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ നമ്മളിപ്പം ഈ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുക എന്നുള്ളതാണ്. 80% നമ്മുടെ കോഴ്സിൽ ഡയറ്റ് തന്നെയാണ്. 20% മാത്രമാണ് നമ്മുടെ കോഴ്സിൽ എക്സസൈസ് വരുന്നത്. കൊണ്ട് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കറക്റ്റ് കിട്ടുന്നതാണ് നമ്മുടെ ഈ ഡയറ്റിൽ. അതാണ് നമ്മുടെ ഡയറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ഈ എക്സസൈസ് കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യും, ഒന്നുകൂടെ ഒരു ഊർജ്ജവും ഒരു എനർജിയും കിട്ടുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ആദ്യം ചെയ്ത് കാണിക്കുന്നത് ഫുൾ ബോഡി വാമപ്പ് ആണ്. മുമ്പ് ക്ലാസ്സിന് കയറാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ആദ്യമായിട്ട് ലൈവിന് കയറുന്നവരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഫുൾ ബോഡി തല മുതൽ കാല് വരെ ശരീരം ഫുൾ ഒന്ന് വാം ആവാൻ വേണ്ടി നമ്മൾ ഇത്തരം നാളും ചിലപ്പോൾ എക്സസൈസ് ഒന്നും ചെയ്യാതെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഒന്നും ശരീരം ഒന്നും എക്സസൈസ് ചെയ്യാതെ ഫുഡ് കറക്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാതൊക്കെ പോയവരായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ചെയ്യുമ്പോൾ ഫുൾ ബോഡി വാമപ്പ് ചെയ്യും. നമ്മുടെ ശരീരം ഫുൾ ഒന്ന് സ്ട്രെച്ച് ആവാനും നമ്മൾ എന്ത് ചെയ്യാൻ, ബാക്കിയുള്ള ഓരോ പാർട്ടിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അതിന് ഉതകുന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം വാമപ്പ് ചെയ്യുന്നത്. അപ്പം ജിമ്മിന് പോയാലും ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റിലെ നമ്മൾ വാമപ്പ് ആണ് ചെയ്യുന്നത്, അതിന് ശേഷമാണ് നമ്മൾ ഓരോ പാർട്ടിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ വാമപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം നീ പെയിന്, ബാക്ക് പെയിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പോർഷന്റെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല, എക്സസൈസ് ആ ഭാഗത്ത് ചെയ്യേണ്ടതില്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ വാമപ്പ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. നമുക്ക് എല്ലാ ദിവസവും വാമപ്പ് ചെയ്യാം. പിന്നെ ഓരോരോ പാർട്ടിന് വേണ്ടിയുള്ള എക്സസൈസ് ഉണ്ട്. ഇപ്പോൾ ഷോൾഡറിന് വേണ്ടി ഉള്ളതുണ്ട്, പിന്നെ ബൈസിന് വേണ്ടി ഉള്ളതുണ്ട്, ട്രൈസിന് വേണ്ടി ഉള്ളതുണ്ട്, ചെസ്റ്റ്, അങ്ങനെ ആബ്സ്, ബാക്ക്, ലെഗ്, അങ്ങനെ ഓരോരോ പാർട്ടിന് വേണ്ടിയുള്ളൂ. അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഇന്ന് നമ്മൾ ചെസ്റ്റിന് വേണ്ടി ചെയ്താൽ നാളെ നമുക്ക് ഷോൾഡറിന് വേണ്ടി ചെയ്യാം. അതിനെ പറ്റി നമുക്ക് ആബ്സിന് വേണ്ടി ചെയ്യാം, പിന്നെ നമുക്ക് ട്രൈസിന് വേണ്ടി ചെയ്യാം, ബാക്കിന് വേണ്ടി ചെയ്യാം, ലെഗിന് വേണ്ടി, ഇങ്ങനെ ഓരോ ദിവസം മാറി മാറി നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ ഇപ്പൊ വയറ് കുറയും എന്നുള്ളതിൽ എല്ലാ ദിവസവും നമ്മൾ വയറിന് വേണ്ടി മാത്രം എക്സസൈസ് ചെയ്താൽ ഒരിക്കലും നമ്മുടെ വയറ് കുറയില്ല. നമ്മളപ്പോ അതിന് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ വയറിന് വേണ്ടി എക്സസൈസ് ചെയ്താൽ ഒരു 1-2 ദിവസം വയറിന് എന്ത് ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക. ഈ ചെയ്ത എക്സസൈസ് കാരണം നമ്മുടെ മസിൽ ഉടഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ മസിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഉടയും. ഈ ഉടയുന്ന മസിൽ റിക്കവർ ആവണമെങ്കിൽ ഒരു 2 ദിവസമൊക്കെ വേണം. അപ്പൊ ഈ 2 ദിവസം നമ്മൾ റെസ്റ്റ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ഈ മസിൽ റിക്കവർ ആകത്തുള്ളൂ. നമ്മൾ ഇന്ന് വയറിന് വേണ്ടി ചെയ്താൽ ഈ ഉടഞ്ഞിരിക്കുന്ന മസിൽ നമ്മൾ നാളെ വീണ്ടും വയറിന് വേണ്ടി ചെയ്താൽ വീണ്ടും അതെന്ത് ചെയ്യും, ഉടഞ്ഞുടഞ്ഞു പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ വയറാണ് നമുക്ക് പ്രധാനമായിട്ട് കുറയേണ്ടതെങ്കിലും വയറിന് വേണ്ടി സ്ഥിരം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടത്തില്ല. ഓക്കെ. നമ്മളിപ്പോ ഏതൊരു പാർട്ടിന് വേണ്ടിയാണെങ്കിലും അതിനെന്ത് ചെയ്യുക, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ വയറിന് വേണ്ടിയുള്ള എക്സസൈസ് 2 തവണ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വയറിന് വേണ്ടിയുള്ള എക്സസൈസ് കാണിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് നമ്മൾ ബാക്കിന് വേണ്ടിയുള്ള എക്സസൈസ് ഇന്ന് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫുൾ ബോഡി വാമപ്പ് ആണ്. ഇത് എല്ലാ ദിവസവും ചെയ്യാം. ഇത് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഓരോ പാർട്ടിന് വേണ്ടിയുള്ള എക്സസൈസും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിപ്പം എക്സസൈസ് ചെയ്യേണ്ട ഏതാ നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ ഒരു 9 മണിക്കുള്ളിൽ ചെയ്യുക. വൈകിട്ട് ഒരു 4 to 9, 10 ഇതിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നടക്കാനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നടന്നിട്ടൊക്കെ വന്ന് നമുക്ക് ഈ വാമപ്പും ഓരോ പാർട്ടിന് വേണ്ടിയുള്ള എക്സസൈസുകളും അതിന്റെ കൂടെ തന്നെ ചേർത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എക്സസൈസിൽ തന്നെ കിടക്കാം. ഫസ്റ്റ് വാമപ്പ് ആണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് കേട്ടോ.
നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ആണ്. നമ്മുടെ ഈ തള്ളവിരല് മൂക്കിന്റെ മേളിൽ വെച്ചിട്ട് ശ്വാസം എന്ത് ചെയ്യുക, ഇതൊക്കെ മേളിലേക്ക് എടുക്കുക, ശ്വാസം വിടുക. ഇതൊരു 2 തവണ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ കൈ ഇതുപോലെ വെച്ചിട്ട് ഈ മൂക്ക് എന്ത് ചെയ്യുക, ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ കാല് കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. ശേഷം നമ്മുടെ ഈ തല പെടലി ഭാഗം മാത്രം എന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഞാനിപ്പോ ചെയ്ത് കാണിക്കുന്ന പോലെ കൈ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ ഇല്ലില്ല, ബലം പിടിച്ച് ചെയ്യണ്ട, നമ്മളെ തല ലൂസ് ആക്കി ഫ്രീ ആക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇല്ല, എല്ലാ എക്സസൈസ് ചെയ്യുമ്പോഴും ഫ്രീ ആക്കി ചെയ്താൽ മതി. നമ്മൾ സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, ഇതുപോലെ നമ്മൾ ഈ സൈഡിലേക്ക് 5 പ്രാവശ്യമാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഭാഗത്തേക്ക് 10 ആണെങ്കിൽ ഓപ്പോസിറ്റ് ഭാഗത്തേക്കും. അല്ലെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. കേട്ടില്ല. നമ്മൾ നിങ്ങളെപ്പുറം തന്നെ ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാണോ? ചെയ്യുന്നെങ്കിൽ ലൈവായിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, ഇല്ല എങ്കിൽ ഈ ക്ലാസ്സിന്റെ ലിങ്ക് ഡയറ്റീഷ്യൻ അയച്ചു തരും. ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ പോസിബിൾ ആവുന്ന ആ സമയത്ത് നിങ്ങൾ അത് ചെയ്താലും മതി. ഓക്കെ സാറേ, എക്സസൈസ് ചെയ്യുമ്പോ ഫാൻ ഇടാൻ പറ്റുമോ? ഓ, ഫാനൊക്കെ ഇട്ടോ, ഫാനോ എ സി ഒക്കെ ഇടുന്നിട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കൈ ഇതുപോലെ വെക്കുക. ശേഷം നമ്മുടെ ഈ പോർഷൻ ഇതുപോലെ തന്നെ വെക്കുക. നമ്മുടെ ഈ ഭാഗം മാത്രം എന്ത് ചെയ്യുക, ഇതുപോലെ റൊട്ടേറ്റ് ആവുക. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, കൈ പിടിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മുടെ കൈ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഈ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, 5 പ്രാവശ്യം ചെയ്യുക. നമ്മുടെ ബോഡി ഫുൾ ഒന്ന് സ്ട്രെച്ച് ആവുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വാം അപ്പ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ കൈ ഇതുപോലെ ഷോൾഡറിൽ വെക്കുക. മുന്നിലേക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. അത് 5 ആണെങ്കിൽ 5, 10 ആണെങ്കിൽ 10. ഈ വാമപ്പ് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓവറായിട്ട് ചെയ്യേണ്ടതില്ല. നമ്മളൊരു 20, 10ന്റെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് ചെയ്താൽ മതിയാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ കാല് എന്ത് ചെയ്യുക, ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ ഈ കൈ ചെസ്റ്റിൽ വെക്കുക. നമ്മുടെ വലത്തെ കൈ ഇടത്തെ ചെസ്റ്റിന് പുറത്ത് വെക്കുക. നമ്മുടെ ഈ കൈ എന്ത് ചെയ്യുക, മാക്സിമം പുറയിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ചെയ്യുമ്പോൾ നമ്മുടെ ഈ അരഭാഗം മാത്രം എന്ത് ചെയ്താൽ മതി, റൊട്ടേറ്റ് ആയാൽ മതി. ഇതുപോലെ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ ഈ കൈ എന്ത് ചെയ്യുക, നമ്മുടെ ചെസ്റ്റിന്റെ പുറത്ത് വെച്ചിട്ട് ഈ കൈ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി ബലത്തിൽ ചെയ്യാവുന്നതാണ്. ഫുൾ ബോഡി ലൂസ് ആക്കിയല്ല, ചെറുതായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ബോഡിക്ക് ഒന്ന് കുറച്ച് ബലം കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നമുക്കൊരു 12 തവണ ചെയ്യാവുന്നതാണ്. ഒറ്റ വട്ടം ചെയ്താൽ മതി 12 തവണ. അത് ചെയ്യുമ്പോൾ ഇതുപോലെ 1, 2, 3, 4, 5 ഇങ്ങനത്തെ കൗണ്ട് ആണെങ്കിൽ 24 തവണ ചെയ്യാവുന്നതാണ്. അല്ല നമ്മൾ 2 ഭാഗത്തോടെ ചെയ്തിട്ട് ഒന്നാണ്ട് കൂട്ടുകയാണെങ്കിൽ 12 തവണ ചെയ്താൽ മതിയാകും. ഓക്കെ, ശേഷം നമ്മൾ ഈ കൈ എന്ത് ചെയ്യുക, ഇതുപോലെ പിടിക്കുക. നമ്മുടെ ഈ കൈയുടെ ഈ തണ്ടുഭാഗം ഉണ്ടല്ലോ, ഇതിന്റെ പുറത്ത് വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, പുറയിലോട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ ഈ കൈ ഇതുപോലെ ഒന്ന് എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ശേഷം ഈ കൈയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. ഇതൊരു 2 തവണ അല്ലെങ്കിൽ ഒരു 4 തവണ ഇതുപോലെ എന്ത് ചെയ്താൽ മതി, സ്ട്രെച്ച് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ, അതായത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം വീട്ടിൽ വടിയോ എന്തെങ്കിലും കട്ടിയുള്ള ഇതുപോലെ ഉണ്ടെങ്കിൽ എടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് ഇതുപോലെ കൈ എന്ത് ചെയ്യുക, കാല് ഇതുപോലെ അകത്തി വെക്കുക. നമ്മളെ കൊണ്ട് എവിടം വരെ നമുക്ക് കാല് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഇതാ ഇതുപോലെ ടച്ച് ചെയ്യാം. പറ്റുന്നെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ നമുക്ക് എവിടം വരെ പറ്റുമോ അവിടെ വരെ പോവാ. തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നിന്നതുപോലെ തന്നെ വരിക. ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതുപോലെ തന്നെ ടച്ച് ചെയ്യുക. ഓക്കെ, ടച്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി,
ടച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പറ്റുന്ന രീതിയിൽ ചെയ്യുക, പിന്നെ പിന്നെ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ആകുമ്പോൾ ടച്ച് ആവുക. ഓക്കെ, ഇതിപ്പോ ഇനി വടി ഇല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി, കൈ ഇതുപോലെ പുറകെ കെട്ടിയാൽ മതി. ഇതുപോലെ കൈ എന്ത് ചെയ്യാം, പുറകെ കെട്ടുക, കാല് ഇതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, ഇതുപോലെ എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ആവുക. ഓക്കെ, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 അല്ലെങ്കിൽ 24 നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ബെല്ലി ഫാറ്റ് ഒക്കെ കുറയ്ക്കാൻ നല്ല ഒരു എക്സസൈസ് ആണ്. നമ്മുടെ ഈ സൈഡിലെ ഫാറ്റ് കുറയ്ക്കാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ്. ഇത് ഡെയിലി ചെയ്യാവുന്നതാണ് കേട്ടോ. ശേഷം നമ്മൾ കാൽ ഇതുപോലെ തന്നെ അകത്തി വെക്കുക. നമ്മുടെ ഈ അരപ്പകുതി മാത്രം എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഇതുപോലെ അരപ്പകുതി മാത്രം ഇതുപോലെ റൊട്ടേറ്റ് ആവുക. ഓക്കെ, ചെയ്യുമ്പോൾ നടുവേദനയോ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതില്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ടും കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ വേദനയും ബുദ്ധിമുട്ടൊക്കെ വരും, അതുകൊണ്ട് നിർത്തേണ്ടതില്ല. നമുക്ക് ശരീരം ഇങ്ങനെ അനങ്ങാതിരുന്ന് വേദനയാണ്. അത് കുഴപ്പമില്ല, 2-3 ദിവസം കഴിയുമ്പോഴത്തേന് ആ വേദനയൊക്കെ അങ്ങ് മാറിക്കോളൂ. ഓക്കെ, ഇത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ കാൽമുട്ട് മടങ്ങിയാൽ കുഴപ്പമുണ്ടോ? ഇല്ല, മുട്ട് ഓവർ ഇങ്ങനെ മടങ്ങാതിരുന്നാൽ മതി. നമുക്ക് എന്തായാലും മടക്കാതെ ചെയ്യാനും പറ്റത്തില്ല, നമ്മൾ എന്തായാലും മടക്കിയേ പറ്റൂ. ഇങ്ങനെ മടക്കുക, ഓവറായിട്ട് ഇങ്ങനെ മടക്കണ്ട, ലേശം ഒന്ന് മടക്കിയാൽ മതി. നമുക്ക് പോകുന്ന ആ ഒരു എളുപ്പത്തിനൊന്ന് മടക്കിയാൽ മതി. ഓക്കെ, ഇത് 5 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലും 5 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ 2 കാലും ഇതുപോലെ എന്ത് ചെയ്യുക, അടുപ്പിച്ച് പിടിക്കുക. ശേഷം എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് മുട്ട് ബെൻഡ് ചെയ്യുക ഫ്രണ്ടിലേക്ക്. എന്നിട്ട് നമ്മുടെ ഈ കൈ മുട്ടിന്റെ മേളിൽ ഇതുപോലെ വെക്കുക. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യുക, മുട്ടിന്റെ മേളിൽ കൈ വെക്കുക. ഈ മുട്ട് മാത്രം എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 5 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും 5 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കൈ ഇതുപോലെ പുറകെ കെട്ടി കാലെന്ത് ചെയ്യുക, മുന്നിലേക്ക് വെക്കുക. ഇതുപോലെ നമ്മൾ നേരത്തെ കൈ റൊട്ടേറ്റ് ചെയ്തില്ല, അതുപോലെ നമ്മൾ ഈ കാലിന്റെ ഈ പോർഷൻ മാത്രം എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് 5 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും എന്ത് ചെയ്യുക, അതുപോലെ തന്നെ 5 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ കാല് എന്ത് ചെയ്യുക, 5 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാലൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ കാല് ഇടത്തെ കാലോടെ വെക്കുക, വലത്തെ കാലം എന്ത് ചെയ്യുക, എവിടം വരെ കൊണ്ടുപോകാൻ പറ്റുമോ അതുപോലെ മാക്സിമം കൊണ്ടുപോവുക. എന്ത് ചെയ്യുക, ഒന്ന് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ആവുക. ഓക്കെ, ഫ്രണ്ടിലേക്ക്. ശേഷം എന്ത് ചെയ്യുക, തിരിച്ചു വരിക, നമ്മുടെ ഈ കാല് ഫ്രണ്ടിലേക്ക് വെക്കുക. നമ്മളെന്ത് ചെയ്യുക, മുന്നിലേക്ക് ഒന്ന് ആഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ആവുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ മുന്നിലേക്ക് വെക്കുക, നമ്മളെന്ത് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ആവുക. തിരിച്ച് നമ്മൾ അതേപോലെ തന്നെ വരിക, ഇടത്തെ കാല് മുന്നിലേക്ക് വെച്ച് ഇതുപോലെ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ആവുക. ഇതൊരു 4 വട്ടം അല്ലെങ്കിൽ 2 വട്ടം ഒക്കെ ചെയ്താൽ മതി. ശേഷം നമ്മൾ ഈ കാല് ഇതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നമ്മുടെ ഈ കാലും നമ്മുടെ ഈ പോർഷൻ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കാലിന്റെ ബാക്കിൽ ഇരിക്കുന്ന രീതിയിലേക്ക് വരിക. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇരിക്കുക. ഓക്കെ, നമ്മളിപ്പോ ഈ കാലിന്റെ പുറത്താണ് ഇരിക്കുന്നത്, അതുപോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇരിക്കുക. ഇതും സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം തിരിച്ചു വരിക, നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഈ സൈഡിൽ ഇരുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, ഈ സൈഡിലേക്കും ഇതുപോലെ ഇരിക്കുക. ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെയാണ്. ഇതും ഒരു 2-4 തവണ ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കാല് ഇതുപോലെ അകത്തി വെക്കുക. നമ്മുടെ മുട്ട് വളയാതെ നമ്മുടെ ഈ 2 കൈ എന്ത് ചെയ്യുക, താഴെ ടച്ച് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കുക. ഫസ്റ്റ് ചെയ്യുമ്പോൾ എവിടം വരെ പോവോ അവിടം വരെ ചെയ്യുക. പിന്നെ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഫുള്ള് ടച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടച്ച് ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തള്ളവിരലിൽ ടച്ച് ചെയ്യുക. നമ്മുടെ ഈ കൈ വെച്ച് എന്ത് ചെയ്യുക, തള്ളവിരൽ ഇതുപോലെ തൊടുക. നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം നമുക്ക് മുന്നിലേക്ക് നമ്മുടെ ഈ കൈ മാക്സിമം എത്രയും കൊണ്ടുപോകാൻ പറ്റുമോ അവിടെ വരെ നമ്മൾ കൊണ്ടുപോകാം. ഓക്കെ, അതിനുശേഷം ഈ കൈ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് മാക്സിമം എന്ത് ചെയ്യുക, കൊണ്ടുപോകാം.
ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ വരിക, കൈ ഇവിടെ പിടിക്കുക, പുറയിലേക്ക് ബെൻഡ് ആകുക. ഓക്കെ. കൈ താഴെ ടച്ച് ചെയ്യുക, തള്ളവിരലിൽ ടച്ച് ചെയ്യുക, മുന്നിലേക്ക് മാക്സിമം എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, ബാക്കിലേക്കും അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുക, അരയിൽ കൈ വെക്കുക, ബാക്കിലേക്ക് ഇതുപോലെ ബെൻഡ് ആവുക. ഓക്കെ. താഴെ ടച്ച് ചെയ്യുക, തള്ളവിരലിൽ തൊടുക, മുന്നിലേക്ക് പോവുക, പിന്നിലേക്ക് കൈ കൊണ്ടുപോവുക, കൈ വെച്ചിട്ട് ബാക്കിലേക്ക് എന്ത് ചെയ്യുക, സ്ട്രെച്ച് ആവുക. ഓക്കെ. ഇതുപോലെ കൈ എന്ത് ചെയ്യുക, താഴെ ടച്ച് ചെയ്യുക, തള്ളവിരൽ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക, മുന്നിലേക്ക് കൈ കൊണ്ടുപോവുക, പിന്നിലേക്ക് കൊണ്ടുപോവുക, കൈ അവിടെ വെച്ചിട്ട് ബാക്കിലേക്ക് എന്ത് ചെയ്യുക, സ്ട്രെച്ച് ആവും. ഇതും നമുക്കൊരു 12 തവണ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ തൊട്ടേ മാറൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് അവിടം വരെ തൊടാൻ പറ്റുമോ അവിടം വരെ തൊട്ടാൽ മാത്രം മതി. ഓക്കെ. അതിനുശേഷം സ്ട്രെച്ച് ചെയ്ത് നിന്നതിന് ശേഷം നമ്മുടെ ഈ കൈ കാലിൽ എന്ത് ചെയ്യണം, തള്ളവിരൽ ടച്ച് ചെയ്യുന്ന രീതി വരിക. ഈ കൈ ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഈ കൈ എന്ത് ചെയ്യുക, പിന്നിലേക്ക് ബാക്കിലേക്ക് ഇതുപോലെ വരിക. ഓക്കെ. അതായത് ഇതുപോലെ ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ. ഈ കൈ അതുപോലെ തന്നെ ഇങ്ങനെ വരിക. ഓക്കെ. ഫസ്റ്റ് ചെയ്യുമ്പോൾ പെതുക്കെ പെതുക്കെ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ പെതുക്കെ ചെയ്യുക. പിന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ സ്പീഡിൽ എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇതുപോലെ നമുക്ക് സ്പീഡിൽ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ കൗണ്ട് പറഞ്ഞ പോലെ തന്നെയാണ്. 1 2 3 ആണെങ്കിൽ 24, അല്ല 2 ഭാഗത്തോടെ ചെയ്തിട്ട് 1 ആയിട്ട് കൂട്ടുകയാണെങ്കിൽ 12 തവണ നമുക്ക് എന്താവുന്നതാണ്, ചെയ്യാവുന്നതാണ്. ഓക്കെ. അതിനുശേഷം ജമ്പിങ് ജാക്സ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ചാടി ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ ചാടി ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലെ നിൽക്കുക, ഈ കാല് പെതുക്കെ എന്ത് ചെയ്യുക, ഇവിടേക്ക് വെക്കുക, വെക്കുന്ന കൂട്ടത്തിൽ കൈ മേളിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ടച്ച് ചെയ്യുക. ഓക്കെ. ഇത് നമ്മുടെ ബെല്ലി ഫാറ്റിനൊക്കെ നല്ലതുപോലെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഫസ്റ്റ് ഇതുപോലെ കാല് വെക്കുക, ഓക്കെ, ടച്ച് ചെയ്യുക. ഓക്കെ. ഇതെന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം ഇതുപോലൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഈ കാലം എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെ ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, പെതുക്കെ കാല് വെച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യുന്നത് ഒരു കാല് മാറ്റിയിട്ട് വലത്ത് ഇടത്തേക്കാല് ഇടത്തേക്കാല് എന്ന രീതിയിൽ എന്ത് ചെയ്യുക, സ്പീഡിൽ ചെയ്യുക. ഇതുപോലെ ഓക്കെ. ഇതുപോലെ എന്ത് ചെയ്യുക, സ്പീഡിൽ ചെയ്യുക, സ്പീഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഒരു 1-2 ദിവസമൊക്കെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജമ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇതുപോലെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ജമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ജമ്പിങ് ജാക്സിന്റെ യഥാർത്ഥ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ജമ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഫ്രീ ആയി നമുക്ക് പറ്റും എന്ന് ഉറപ്പായാൽ എന്ത് ചെയ്യുക, ജമ്പിങ് ജാക്സ് യഥാർത്ഥ രൂപത്തിൽ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്ത് ചെയ്യാം. ഞാൻ ഈ കാണിക്കാൻ പോകുന്നതാണ് യഥാർത്ഥ രൂപം. ഫസ്റ്റ് ടൈം എന്ത് ചെയ്താൽ മതി, ഇതുപോലെ പെതുക്കെ കാല് വെച്ച് പെതുക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ഞാനിപ്പോ ചെയ്ത് കാണിക്കാൻ പോകുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ. ഇതാണ് യഥാർത്ഥ രൂപം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഓക്കെ. ഇതാണ് യഥാർത്ഥ രൂപം. ഇത് നമുക്ക് 12 ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ഞങ്ങള് ഈ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോഴേ നല്ല വെയിറ്റ് ഉള്ളവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടിന് ഭയങ്കര പ്രശ്നം വരും എന്നുള്ള കേട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിയെന്നാണോ? അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, പെതുക്കെ ചെയ്ത് ശീലമായി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഉറപ്പുണ്ട്, നമുക്ക് പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു 3 ദിവസമൊക്കെ അല്ലേ ഇപ്പൊ സാറ് പറഞ്ഞ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട്, പിന്നെ സ്റ്റാർട്ട് ചെയ്യാനല്ലേ പറഞ്ഞത്? ഇപ്പൊ നമ്മളിപ്പോ 2-3 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാ, നമ്മൾ ചെയ്യുക. നമുക്കൊരു ഉറപ്പുണ്ടാവുമല്ലോ, എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മുട്ടിനുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ നല്ലൊരു വെയിറ്റ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മുട്ടിന് പ്രശ്നം വരില്ല. ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തപ്പോ ചെയ്യേണ്ടതില്ല. ഓക്കെ. ഏകദേശം എത്ര എണ്ണം വരെ ചെയ്യാം ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട്? 12ന്റെ 3 സെറ്റാണ്.
അപ്പൊ നമ്മൾ ഫസ്റ്റ് 12 ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം ഒരു 12 ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം. അതിന് ശേഷം ഒരു 12 ചെയ്തിട്ട് 2.5-3 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ റെസ്റ്റ് എടുത്ത് ചെയ്താൽ മതി. ശ്വാസം മുട്ടലോ ബുദ്ധിമുട്ടോ കിതപ്പോ ദാഹമോ ഒക്കെ എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സമയമെടുത്ത് മാത്രം ചെയ്താൽ മതി. ഇത്ര മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊന്നില്ല, നിർബന്ധമില്ല. നമുക്ക് എപ്പോഴാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ആവുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഓരോന്നും പെതുക്കെ ചെയ്താൽ മതി. ഓക്കെ, ഈ ജമ്പിങ് ജാക്സ് നമ്മുടെ നമ്മൾ ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാവോ? അതാ പറയാം, ശ്വാസം മുട്ടുന്ന സമയത്ത് വെള്ളം കുടിക്കരുത്. ശ്വാസം മുട്ടും കിതപ്പും മാറിയതിനു ശേഷം മാത്രം വെള്ളം കുടിക്കുക. ഓക്കെ. ഇനി പിന്നെ ഞാൻ ഇപ്പൊ ചെയ്തത് ഫസ്റ്റ് ടൈമാണ്, അപ്പഴേ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനി കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഇന്ന് നമ്മൾ ഇതെല്ലാം നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ ശരീരത്തിന് നല്ല വേദനയായിരിക്കും. ശരീരം പൊങ്ങാൻ തന്നെ നല്ല പാടായിരിക്കും. അതുകൊണ്ടാ പറയുന്നത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പെതുക്കെ ചെയ്ത് നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആക്കി എടുക്കുക. പിന്നെ നമ്മൾ പെതുക്കെ ചെയ്യുക. നമ്മളിപ്പൊ നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്തായാലും ശരീരം പൊങ്ങത്തില്ല, ഭയങ്കര വേദനയായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് ഹൈനിയാണ്. നമ്മൾ കൈ ഇതുപോലെ പിടിക്കുക. നമ്മുടെ ഈ കാൽ എന്ത് ചെയ്യുക, മുട്ടുഭാഗം നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക. ഇതുപോലെ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ടച്ച് ചെയ്യുക. ഫസ്റ്റ് ചിലപ്പോ കാല് പൊങ്ങി ഇവിടെ വരണമെന്നില്ല. അങ്ങനെ ആകുമ്പോ എന്ത് ചെയ്യുക, കൈ താത്ത് വെക്കുക. പെതുക്കെ എന്ത് ചെയ്യുക, കാല് ഇതുപോലെ ടച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പെതുക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, കൈയുടെ ലെവല് മേളിലേക്ക് കൂട്ടുക. കാലിന്റെ ലെവൽ എന്ത് ചെയ്യുക, ഇതുപോലെ മേളിലേക്ക് കൂട്ടുക. ഓക്കെ, ഇതെന്ത് ചെയ്യുക, പെതുക്കെ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സ്പീഡിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക, സ്പീഡിൽ. ഓക്കെ, അതിന് ശേഷം നമ്മളെ കൊണ്ട് പറ്റും ഉറപ്പായാൽ മാത്രം എന്ത് ചെയ്യുക, ചാടി ചെയ്യുക. അത് ഇങ്ങനെയാണ് കൈ പിടിക്കേണ്ടത്, ഇങ്ങനല്ല, ഇങ്ങനെ പിടിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ മുട്ട് ഈ ഇവിടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ചാടി ചെയ്യുക ഇതുപോലെ. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും ഉറപ്പായാൽ മാത്രം എന്ത് ചെയ്യുക, ഇതുപോലെ കൈ പിടിക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക, ചാടി ചെയ്യുക. ഇതും നമ്മൾ ചെയ്യുമ്പോൾ 1 2 3 എന്നുള്ള കൗണ്ട് ആണെങ്കിൽ 24 തവണ ചെയ്യാവുന്നതാണ്. 3 സെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസ്റ്റ് എടുത്ത് എന്ത് ചെയ്യാം, 3 സെറ്റ് ചെയ്യാം. അല്ല 1 2 എന്നുള്ള കൗണ്ട് ആണെങ്കിൽ 12ന്റെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതും വയറ് കുറയുന്നതിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ഇതൊക്കെ ഡെയിലി ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഓക്കെ, ഇനി കാണിച്ചു തരാൻ പോകുന്നത്, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കാലിന്റെ ഹീൽസ് തറയിൽ കുത്താവോ, അല്ല ഫ്രണ്ടിലത്തെ വിരലുകൾക്ക് മാത്രം പ്രഷർ കൊടുക്കണ്ട? ഫസ്റ്റ് ചെയ്യുമ്പോൾ ഫുള്ള് കുത്തിക്കോ, കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചാടിയിട്ട് എന്ത് ചെയ്യാം. ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോഴും നമ്മുടെ ബാക്ക് ഭാഗം താഴെ ടച്ച് ചെയ്യരുത്, ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അതായത് ഇങ്ങനെ. ഓക്കെ, ഇതുപോലെയാണ് വരേണ്ടത്. ഓക്കെ, ഇതുപോലെ ഫ്രണ്ട് മാത്രമേ കുത്താവൂ ഫസ്റ്റ് ചെയ്യുമ്പോൾ. അല്ല, ഫസ്റ്റ് അല്ല, ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ. ഇപ്പൊ വയറിന്റെ മസിൽസ് പിന്നെ 2 ഭാഗം പോയി സെന്ററിൽ പിന്നെ മസിൽസ് ഇല്ല, അങ്ങനത്തെ ഒരു ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ളത് ചെയ്യാവോ? എവിടെയാണ് മാം വയറിന്റെ സെന്ററിൽ ഈ നമ്മളെ പൊക്കിളിന്റെ ഭാഗത്ത് മസിൽസ് ഇല്ല. നമ്മള് ഇപ്പൊ കിടന്നിട്ട് ചുമക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, ഹെർണിയ പോലെ. 2 ഭാഗവും നല്ല നമ്മളെ സ്കിന്നിന് നല്ല തടിപ്പുണ്ട്. ആ സെന്ററിൽ നേർത്തിട്ടാണ്. അപ്പം ഡോക്ടർ പറഞ്ഞത് ഈ മസിൽസ് ഇങ്ങനെ വിട്ടുപോയതാണെന്ന്, രണ്ടാമത്തെ ഡെലിവറി ടൈം. അങ്ങനെയുള്ളവർക്ക് അപ്പൊ മാം ഡോക്ടറിന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കുക. ഡോക്ടറിന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കട്ടെ, ഇതുപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റീഷ്യന്റെ അടുത്തോ ചോദിച്ചാൽ മതി കേട്ടോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായ ആ ഡെലിവറി കഴിഞ്ഞ ഉടനെ എന്റെ ജിമ്മിന് പോവാൻ വേണ്ടിയാണ്. അപ്പൊ ജിമ്മിന് പോയാലും ഇതൊക്കെ തന്നെയാണ് അവിടെയും ചെയ്യിക്കുന്നത്. മാം ഇപ്പൊ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് സ്ട്രെയിൻ എടുത്ത് ചെയ്യാതിരുന്നാൽ മതി. പെതുക്കെ ചെയ്ത് എന്ത് ചെയ്യാ, നമുക്കൊന്ന് പറ്റും ഉറപ്പാകുമ്പോൾ മാത്രം എന്ത് ചെയ്യാ, സ്ട്രെയിൻ എടുത്താൽ മതി കേട്ടോ. മാമിന്റെ അടുത്താണ് പറയുന്നത്, മാമിന് ഈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് ബാക്കിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. നമ്മുടെ ഈ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ
ബാക്കിലെ ഫുള്ള് ബാക്ക് പോർഷനിന്റെ ഉള്ള എക്സസൈസ് ആണ്. സാർ നമുക്ക് എല്ല് തേയ്മാനം കൂടിയ കാലുകളാണ് എനിക്ക്. തേയ്മാനം കൂടുതലാണ് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? തേയ്മാനമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നേ മാം നല്ലത്. പ്രോപ്പറായിട്ട് ഡയറ്റ് തന്നെ എടുത്തോളൂ. ഓക്കെ. വാമപ്പ് അത് ചെയ്യണ്ട അല്ലേ? വാമപ്പ് ഒക്കെ ചെയ്തോ. നമ്മൾ ഈ സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്നത്, ചാടി ചെയ്യുന്നത്, അതൊക്കെ അതെ ചെയ്തേക്കുന്ന നമ്മളിപ്പോ കൈവച്ചൊക്കെ ചെയ്തല്ലോ, അതൊക്കെ നമുക്ക് അതെ എളുപ്പത്തിൽ അതെ ചെയ്യാവുന്നതേ ഉള്ളല്ലോ. അതെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക, ഇനി ബാക്കിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ മുട്ടൊന്ന് ബെൻഡ് ചെയ്യുക, നടു എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് പിടിക്കാം. അതായത് നടു സ്ട്രെയിറ്റിലല്ല നിൽക്കേണ്ടത്, ചെറിയൊരു വളവ് പോലെ എന്ത് ചെയ്യുക, നടു ഇങ്ങനെ നിൽക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക, നടു ഇങ്ങനെ നിൽക്കുക, ഇതുപോലെ നിൽക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഡമ്പൽ ഉണ്ടെങ്കിൽ മാത്രം ഡമ്പൽ എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടിക എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 ലിറ്ററിന്റെ കുപ്പിയും വെള്ളമൊക്കെ എടുത്തിട്ട് ഇതുപോലെ കൈ പിടിക്കുക, ഇതുപോലെ നിൽക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക, ഇതുപോലെ നിൽക്കുക. കാല് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കരുത്, കുറച്ചൊന്ന് ബെൻഡ് ചെയ്യുക. നടു ഇതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡമ്പല് പെതുക്കെ എന്ത് ചെയ്യുക, മേളിലേക്ക് കൊണ്ടുവരിക, ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. ഇതുപോലെ മേളിലേക്ക് കൊണ്ടുവരിക, കുറച്ചു നേരം ഒന്ന് ഇവിടെ പിടിച്ചിരിക്കുക, 2 സെക്കൻഡ് ഇതുപോലെ പിടിക്കുക, താഴേക്ക് കൊണ്ടുവരിക. ഇതുപോലെ എന്ത് ചെയ്യുക, പെതുക്കെ മേളിലേക്ക് കൊണ്ടുവരിക, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. ഇതുപോലാണ്. ഇങ്ങനെ നിൽക്കുക, പെതുക്കെ എന്ത് ചെയ്യുക, മേളിലേക്ക് കൊണ്ടുവരിക, ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഇത് നമ്മൾ ചെയ്യുമ്പോ പറഞ്ഞോളൂ. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റമളാനിന് വെയിറ്റ് ഇതെടുത്തതാണ്. എന്നിട്ട് ശരീരം ഒന്നും കുറഞ്ഞില്ല. പിന്നെ ഇപ്പോഴും ഞാൻ എടുത്തിക്കണ്. വയറ് ഭയങ്കര തൂക്കം, കൈയിന്റെ 2 കൈയിന്റെ തൊടഭാഗം തൂക്കം, കാലിലെ അരാക്കി ഇവിടെ നല്ല തടിയുണ്ട്. ഞാൻ എന്ത് ചെയ്യേണ്ടത്? മാം ഡയറ്റീഷ്യനോട് ഇതൊക്കെ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിക്കണ്. ഓര് പറഞ്ഞ് പിന്നെ വെയിറ്റ് കുറയ്ക്കാം, നമുക്ക് ഇതൊക്കെ ചെയ്യാം, പച്ചക്കറികളൊക്കെ കഴിക്കാം, മുട്ട കഴിക്കാനും ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിക്കണ്. പിന്നെ എക്സസൈസ് ചെയ്യാൻ ഊരക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. നട്ടലിന് അത് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുക. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാന്നുള്ളതല്ല. കാരണം ഓരോരുത്തരുടെ ശരീരത്തിന്റെ മെറ്റബോളിസം എങ്ങനെ ഇരിക്കുമോ അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടും. നമ്മുടെ കോഴ്സിൽ ഒരാഴ്ച കൊണ്ട് തന്നെ 7 കിലോ കുറഞ്ഞവരുണ്ട്, 1 മാസം 12 കിലോ കുറഞ്ഞവരൊക്കെ ഉണ്ട്. ചിലർ ചിലപ്പം 1 മാസം കൊണ്ട് 3 കിലോ 2 കിലോ ഒക്കെ കുറയത്തുള്ളൂ. ഒരു ശരീരത്തിന്റെ പ്രകൃതമാണ്, ഓരോ ശരീരത്തിന്റെയും മെറ്റബോളിസം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഡയറ്റീഷ്യന്മാർ പറയുന്നത് പോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യുക. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടും. ഓക്കെ മാം. ഇനി നമുക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിന് ശേഷം ചോദിക്കാം. ഇത് ചെയ്ത് തീർന്നതിന് ശേഷം അത് നമുക്ക് സംശയം നമുക്ക് ലാസ്റ്റ് ചോദിച്ചാലോ? ആയിക്കോട്ടെ. ഓക്കെ. നമുക്ക് സംശയം ലാസ്റ്റ് ചോദിക്കാം കേട്ടോ, സമയമുണ്ട്, നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. ഇതുപോലെ എന്ത് ചെയ്യാം, നേരത്തെ കാണിച്ച് ഇതുപോലെ എന്ത് ചെയ്യുക, ബെൻഡ് ചെയ്യുക, പെതുക്കെ മേളിലേക്ക് ഹോൾഡ് ചെയ്യുക, പെതുക്കെ ഇറക്കുക. ഇത് 12ന്റെ 3 സെറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ നിന്നതുപോലെ തന്നെ ഇങ്ങനെ തന്നെ നിൽക്കുക. ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ അല്ല ഡമ്പൽ പിടിക്കേണ്ട, ഇങ്ങനെ പിടിക്കുക. ഒരു കൈ എന്ത് ചെയ്യുക, മേളിലേക്ക് കൊണ്ടുപോവുക, ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. മേളിലേക്ക് കൊണ്ടുപോവുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. പെതുക്കെ മേളിലേക്ക് കൊണ്ടുപോവുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. ഇത് 12ന്റെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത കൈയും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, മേളിലേക്ക് കൊണ്ടുപോവുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതും ബാക്കിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ഇത് 12ന്റെ 3 സെറ്റ് ചെയ്യുക. ശേഷം നേരത്തെ നിന്നതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിൽക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക, ഡമ്പലുകൾ പിടിക്കുക, പെതുക്കെ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവരിക, ഹോൾഡ് ചെയ്യുക, 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. പെതുക്കെ ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക, പെതുക്കെ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. ഇതുപോലെ ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഇതും 12ന്റെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഒരു ഡമ്പൽ മാത്രം എടുക്കുക, നേരത്തെ നിന്നപോലെ എന്ത് ചെയ്യുക, നിൽക്കുക, ഇങ്ങനെ കൈ എന്ത് ചെയ്യുക, ഇവിടെ വെക്കുക, മേളിലേക്ക് എന്ത് ചെയ്യുക, വയറിന്റെ അവിടെ കൊണ്ടുവരിക, ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. വയറിന്റെ അവിടെ കൊണ്ടുവരിക, ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഓക്കെ. വയറിന്റെ അവിടെ കൊണ്ടുവരിക, പെതുക്കെ താഴേക്ക് ഇറക്കുക. ഇതും 12ന്റെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡമ്പൽ ഉണ്ടെങ്കിൽ ഡമ്പൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ
ഇഷ്ടിക എന്തെങ്കിലും യൂസ് ചെയ്യാം നമുക്ക്. ഇതിന് ശേഷം ഇനി ചെയ്യുന്നത് വയറിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. വയറിന് വേണ്ടിയുള്ള എക്സസൈസ് ഇതിന് മുമ്പത്തെ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്നാലും ഒരു 3 എണ്ണോടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യുക, കിടക്കുക, കൈ താഴെ വെക്കുക, നമ്മൾ എന്ത് ചെയ്യുക, കാല് ഇതുപോലെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ശേഷം നമ്മൾ സൈക്കിള് ചവിട്ടുന്ന പോലെ എന്ത് ചെയ്യുക, കാല് ഇതുപോലെ എന്ത് ചെയ്യുക, ചവിട്ടുക. ഓക്കെ, നമ്മൾ സൈക്കിള് ചവിട്ടുന്ന പോലെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഇങ്ങനെ ചവിട്ടുക. ഇതും നമുക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്. ഓരോ കാല് വരുന്നതിനനുസരിച്ച് 1 2 3 കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 24 കൗണ്ട് ചെയ്ത ഒരു 3 സെറ്റ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ എന്ത് ചെയ്യാം, ഇതൊക്കെ സൈക്കിൾ ചവിട്ടുന്ന പോലെ എന്ത് ചെയ്യാം, ഇതൊക്കെ ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് 12 അല്ലെങ്കിൽ 24 എന്നുള്ള കണക്കിലാണ്. ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഇതുപോലെ നമ്മൾ പുഷപ്പ് അടിക്കാൻ നിൽക്കുന്നത് പോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ നിൽക്കുക, ഇതുപോലെ നിൽക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കാല് നമ്മുടെ നെഞ്ചിന്റെ അവിടേക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ഉയർത്തി കൊണ്ടുവരിക. ഓക്കെ, തിരിച്ചു വെക്കുക, നെഞ്ചിന്റെ അവിടേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യുക, പെതുക്കെ പെതുക്കെ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇതുപോലെ എന്ത് ചെയ്താൽ മതി, പെതുക്കെ പെതുക്കെ ചെയ്താൽ മതി. പിന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സ്പീഡിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിന്ന് ചെയ്താൽ മതി. അങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൈ ഇതുപോലെ വെക്കാം, എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാരണ നിൽക്കുന്ന പോലെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഈ വയറിന്റെ എക്സസൈസിൽ പ്രധാനമായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു എക്സസൈസ് ആണ് പ്ലാങ്ക് എന്ന് പറയും. നമ്മൾ അതായത് ഈ പുഷപ്പ് അടിക്കാൻ നിൽക്കുന്ന പോലെ എന്ത് ചെയ്യുക, പ്ലെയിൻ ആയിട്ട് നിൽക്കുക, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, കൈ താഴെ കുത്തിയിട്ട് പ്ലെയിൻ ആയിട്ട് നിൽക്കും. ആ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് മൊബൈലിൽ എന്ത് ചെയ്യാം, ടൈമർ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ടൈമർ ഓൺ ആക്കി വെക്കുക. ഒരു ആദ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 30 സെക്കൻഡ് നമ്മളെ കൊണ്ട് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിനുശേഷം അത് പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടുത്തൊരു 30 സെക്കൻഡോടെ നിൽക്കുക. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡോടെ നിൽക്കുക. ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ ഒരു 1.5 മിനിറ്റ് നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ നമ്മൾ എപ്പോഴാണോ ചെയ്യുന്നത് ആ സമയത്ത് 1 മിനിറ്റ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, നിൽക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിന്റെ 3 വട്ടം നമുക്ക് ചെയ്യാം. പിന്നെ നമ്മളത് 1.5 ആക്കുക, 2 മിനിറ്റ് ആക്കുക. നമ്മളെ കൊണ്ട് എവിടം വരെ നിൽക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നമ്മൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേഷനിൽ കറക്റ്റ് ആയിട്ട് നിൽക്കാൻ നോക്കുക. ഇതുപോലെയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ ഇപ്പോൾ ഇത്ര ഉള്ളോന്ന് വിചാരിക്കും, പക്ഷെ നിൽക്കാൻ ഇച്ചിരി പാടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ എന്ത് ചെയ്യുക, കൈ ഇതുപോലെ കുത്തുക, ഇതുപോലെ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഇതുപോലെ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫോണ് നമ്മുടെ ഫ്രണ്ടിൽ ടൈമർ ഓൺ ആക്കിയിട്ട് വെക്കുക, ഒരു 30 സെക്കൻഡ് നിൽക്കുക. അത് വിട്ടതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരു 30 സെക്കൻഡ് നിൽക്കുക, വീണ്ടും ഒരു 30 സെക്കൻഡ് നിൽക്കുക. കറക്റ്റ് എന്ത് ചെയ്യുക, കൈ താഴെ കുത്തുക, ഈ ഒരു പോർഷനിൽ ഇങ്ങനെ നേരെ നമ്മൾ നിൽക്കുക, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കറക്റ്റ് ഇങ്ങനെ നിന്നാൽ മതി. ഇത് ഒരു കോൺസെൻട്രേഷനും നമ്മുടെ വയറിനും യൂസ് ആവുന്ന ഒരു എക്സസൈസ് ആണ്. ഇതുപോലെ നിൽക്കുക എന്നുള്ളതാണ്. ഒരു 30 സെക്കൻഡ് ഇതുപോലെ നിൽക്കുക ഫസ്റ്റ്, പിന്നെ 1 മിനിറ്റ് ആക്കുക, 1.5 ആക്കുക, 2 ആക്കുക. ഓക്കെ, ഫുൾ ബോഡി വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യും, കയ്യിലും നമ്മുടെ ഈ വയർ പോർഷനിലൊക്കെ കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഇത് നമുക്ക് നല്ലപോലെ ഉപകാരപ്പെടുന്ന ഒരു എക്സസൈസ് ആണ്. നമ്മൾ ആദ്യം ചെയ്ത ഫുൾ ബോഡി വാമപ്പ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. നമ്മൾ ഏതൊരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയാലും ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഫസ്റ്റ് വാമപ്പ് ചെയ്യുക, അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ഓരോ പാർട്ടിന്റെ എക്സസൈസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇന്ന് ബാക്കിന്റെ ആണ് കാണിച്ചു തന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിന്റെ ചെയ്യാം, അതിന്റെ കൂടെ നമുക്ക് വയറിന്റെയും ചെയ്യാം. നാളെ ചെയ്യുമ്പോൾ ബാക്കിന്റെ ചെയ്യരുത്, വയറിന്റെയും ചെയ്യരുത്, നമുക്ക് വേണേൽ ഷോൾഡറിന്റെ ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡയറ്റീഷ്യന്മാർ അയച്ചു തരും. വേണം എന്ത് ചെയ്യാം, ഷോൾഡറിന്റെ ചെയ്യാം. ചെയ്തിട്ട് എന്ത് ചെയ്യാം, നാളെ തന്നെ വയറിന്റെ ചെയ്യേണ്ടതില്ല, നാളെ റെസ്റ്റ് എടുക്കുക. മറ്റന്നാൾ എന്ത് ചെയ്യാം, നമുക്കിപ്പോ ചെസ്റ്റിന്റെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വയറിന്റെ കൂടെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ആപ്സിന്റെ വർക്കൗട്ട് ചെയ്യാം, അന്ന് നമ്മൾ വയറിന്റെ ചെയ്യേണ്ടതില്ല. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ട്രൈസിന്റെ വർക്കൗട്ട് ചെയ്യാം, അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വയറിന്റെ കൂടെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ പാർട്ടിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മാറി മാറി എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഈ ആഴ്ചത്തെ ലൈവ് ക്ലാസ്. ഇനി എന്തായാലും എക്സസൈസിനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നിങ്ങളുടെ ഡയറ്റ് പിന്നെ നിങ്ങളുടെ ഹെൽത്തിനെ ഒക്കെ പറ്റിയുണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്തോ ഡയറ്റീഷ്യന്മാരുടെ അടുത്തോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും എക്സസൈസിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മള് ഫസ്റ്റ് ചെയ്തില്ല വയറ് പറയാനുള്ള എക്സസൈസ്, സൈക്ലിങ് പോലെ കാല് മുട്ടേറ്റ്, അത് ലളിതമാനുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? കിടന്നതായ കൊണ്ട് ചോദിക്കുന്നത്.
അത് തേയ്മാനം കൂടിയ മുട്ടുകൾ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല മാം, അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ തേയ്മാനം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതില്ല, പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്താലും മതി. ഓക്കെ, അതെ, താങ്ക് യു. ബാക്കിയുള്ളതൊക്കെ ചെയ്തോളൂ. ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ടല്ലോ, നമ്മള് മുട്ടിന് സ്ട്രെയിൻ കൊടുക്കാത്ത എക്സസൈസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാം. അതെ, അപ്പൊ ഇത് ഫസ്റ്റത്തെ ഞാൻ ചോദിച്ചത്, നമ്മൾ ഫസ്റ്റ് ചെയ്തത് വയറിന്റെ. മനസ്സിലായി, നമ്മള് കിടന്നിട്ട് സൈക്ലിംഗ് ചെയ്തല്ലേ? അതെ 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 അതെ, അതേ ചോദിച്ചത്. കിടന്നത് കൊണ്ടാണ് ഞാൻ പറ്റുമെന്ന് ചോദിച്ചതേ. അതിന് മുമ്പ് നമുക്ക് കാലുകൊണ്ടല്ലാതെ വയർ മാത്രം യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ഉണ്ട്. നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എണ്ണിട്ട് വരുന്നൊക്കെ ഉണ്ട്, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് ചെയ്യാം. എക്സസൈസിന് നമുക്ക് ഞാനൊരു വീഡിയോ ലിങ്ക് വരാൻ പറ്റുമോ? ലിങ്ക് ഡയറ്റീഷ്യന്മാർ അയച്ചു തരും. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഡയറ്റീഷ്യന്മാർ ലിങ്ക് അയച്ചു തരും. മുമ്പത്തെ ക്ലാസ്സിന്റെയും വേണേൽ ചോദിച്ചാൽ മതി, ഓരോരോ പാർട്ടിന്റെ അയച്ചു തരും. ഓക്കെ, കാരണം നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല, അതാണ്. അതാണ് മനസ്സിലായി. ഹലോ സർ, ഇതിന്റെ ബ്രീത്തിങ് എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് നമ്മള് ഈ ഇത് ചെയ്യുന്നത്? ബ്രീത്തിങ് നമ്മളിപ്പോ ബാക്കിന് വേണ്ടി കാണിച്ചില്ലേ? അപ്പൊ നമ്മൾ ബാക്കിന് വേണ്ടി കാണിക്കുമ്പോൾ മേളിലേക്ക് സ്ട്രെയിൻ എപ്പോ എടുക്കുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ശ്വാസം അതിന്റെ കൂടെ എടുക്കാം. സ്ട്രെയിൻ വിടുമ്പോൾ എന്ത് ചെയ്യാം? ശ്വാസം വിടാം. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ എടുക്കുമ്പോൾ ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. ശ്വാസം പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യരുത്? ഒരിക്കലും എക്സസൈസ് ചെയ്യരുത്. ഓക്കെ, മറ്റേ വർക്കൗട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ? നമ്മൾ സ്ട്രെയിൻ എടുക്കുമ്പോൾ അതെ, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യാം? ശ്വാസം പിടിച്ചു വെച്ചോണ്ട് ചെയ്യാം. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ പുഷപ്പ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒറ്റ ശ്വാസത്തിൽ ഒരു 5 പുഷപ്പ് ഒക്കെ അടിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റേ ശ്വാസം വിടത്തുള്ളൂ. അങ്ങനെ ചെയ്യരുത്. ശ്വാസം വിട്ട് നമ്മൾ എപ്പോഴാണ് ഇപ്പൊ പുഷപ്പ് അടിക്കുകയാണെങ്കിൽ താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക? ശ്വാസം വിടുക. മുകളിലേക്ക് വരുമ്പോൾ ശ്വാസം എടുക്കുക. ഇങ്ങനെ വിട്ടെടുത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഏതൊരു എക്സസൈസ് ആയാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക്സ്. ഹലോ, ഈ വയറ് കുറയാൻ എന്ത് ചെയ്യണ്ട്? വയറ് കുറയാൻ നമ്മൾ ചെയ്യേണ്ടതാണ് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുക, എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്. വേദനയും കടിച്ചിലും ഒക്കെ അതുണ്ട്. നല്ല കടിച്ചിലും വേദന, എല്ലാ ഈ ഊരവേദനയും കാലുവേദനയും കടിച്ചില് കവുത്തിന്റെ ഇവിടുന്ന് തുടക്കമാണ് ഈ കടിച്ചിലും വേദനയും. ഇപ്പൊ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കട്ടെ മാമി. പ്രായം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ ആദ്യം റമളാനിന് യൂറിക് ആസിഡ് ഉണ്ടായിക്കണം. ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ യൂറിക് ആസിഡ് ഇല്ല. എല്ലാ ടെസ്റ്റും ചെയ്തു, തൈറോയിഡും ഷുഗറും ഒക്കെ ടെസ്റ്റ് ചെയ്ത് അതിലൊന്നും കുഴപ്പമില്ല. ബിപിന്റെ പ്രശ്നമാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, അപ്പൊ മാമിന് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ? എക്സസൈസ് കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ ഡയറ്റ് കൂടെ എടുക്കുക. ഓക്കെ, അപ്പൊ ഈ വയറ് കുറയാനുള്ള എക്സസൈസ് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരോ? ഞാനിപ്പോ ലാസ്റ്റ് കാണിച്ച 3 വയറിന് വേണ്ടിയുള്ളതാണ്. പിന്നെ നമ്മള് അല്ലാതെ ചാടി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നിന്നിട്ട് ചെയ്യത്തില്ല, ഇങ്ങനെ കൈ വെച്ചിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് മാം. അപ്പൊ അതൊക്കെ ചെയ്താൽ മതി. പിന്നെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ തന്നെ 3 എക്സസൈസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡയറ്റീഷ്യന്മാരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അതിന്റെ ലിങ്ക് അയച്ചു തരും. അതുപോലെ മാം ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഡയറ്റ് കൂടെ എടുത്തോളൂ കേട്ടോ. ഓക്കെ, എന്തായാലും സംശയം ചോദിക്കാനില്ലെങ്കിൽ കടിച്ചിരിക്കും എന്ത് ചെയ്യണ്ട്? കേട്ടില്ല മാം. ഹലോ, ഈ വേദനയും കടിച്ചിരിക്കും കടിച്ചിലും ഈ കാല് കടിയണ്, അതുപോലെ ഊരവേദന, ഇതിനെന്ത് ചെയ്യേണ്ടത്? തോടി വേദന. മാമ നടക്കാൻ പോകുന്നുണ്ടോ? കുറച്ചൊക്കെ നമ്മളെ മുറ്റത്ത് ഇവിടെ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും 1/2 മണിക്കൂർ 1/4 മണിക്കൂർ നടക്കും. ഒന്ന് കൈവീശോ നല്ലപോലെ 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കട്ടോ ഫസ്റ്റ്. അപ്പൊ നമുക്ക് ബോഡി ഒന്ന് റിലാക്സ് ആവില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? എക്സസൈസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഡയറ്റ് കൂടെ എടുത്തോളൂ പ്രോപ്പറായിട്ട്. ആയിക്കോട്ടെ. ഓക്കെ, തൈറോയ്ഡ് ഉള്ളവർക്ക് എത്ര ചോദിച്ചോളൂ മാം. തൈറോയ്ഡ് ഉള്ളവർക്ക് എത്ര മാസം കൊണ്ട് വെയിറ്റ് ലോസ് കുറയല്? അതാ പറഞ്ഞ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ, ബോഡി മെറ്റബോളിസം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ആവുന്നവരുണ്ട്, സമയം ഒരുപാട് എടുത്തിട്ട് ചേഞ്ച് ആവുന്നവരുണ്ട്, അങ്ങനെ പല അവസ്ഥയിലുള്ളവരുണ്ട്. നമ്മുടെ ബോഡിയുടെ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ ആണ് ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടാന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോ വന്ന 1 മാസം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? എത്ര മാസം കൊണ്ട്? ഒരു 1 ഇയർ അല്ല 1 മാസം കൊണ്ട്
ഒരു അറിയോ? മാസം കൊണ്ട് നമുക്കൊരു 4, 3 അല്ലെങ്കിൽ ഇപ്പം അതാ പറഞ്ഞ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു കണക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പം ഓരോരുത്തരുടെ ബോഡിയുടെ മെറ്റബോളിസം എങ്ങനെയാണോ അനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പൊ കറക്റ്റ് മാമിന് ഇത്ര കുറയുന്നോ ഇത്ര കൂടുന്നോ ഇത്ര എക്സസൈസ് കുറെ കുറയുന്നോ ടൈമിൽ ചെയ്യേണ്ടി വരുമോ? തൈറോയ്ഡ് ഇല്ല. എക്സസൈസ് കുറെ ടൈം ചെയ്യണ്ട. നമ്മൾ ഈ കാണിച്ചു തരുന്ന തന്നെ സമയം എടുത്ത് പതുക്കെ ചെയ്താൽ മതി. ഒരു മണി ഓക്കെ. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്തിട്ടായാലും ഈ കാണിച്ചു തരുന്നത് പതുക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. നമ്മള് വലിച്ചു വാരി ചെയ്ത് തീർക്കാന്നുള്ളതല്ല, നമ്മൾ കറക്റ്റ് സമയം എടുത്ത് കറക്റ്റിന് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ ഹലോ, ഓക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആ ടീനേജ് പ്രായക്കാർക്ക് ഈ പീരീഡ്സിന്റെ ടൈമിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? 17 പീരീഡ്സ് വയസ്സിൽ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യേണ്ടതില്ല. പീരീഡ്സിൽ ഇപ്പൊ പീരീഡ്സ് ആണ് എങ്കിലും നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ നല്ല വയറുവേദനയും ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ലാത്ത. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ 17 ഡയറ്റീഷ്യൻ ഒരു പോസ്റ്റർ അയച്ചെന്നില്ലേ, ആ പോസ്റ്ററിൽ എന്ത് ചെയ്യാം, എന്റെ നമ്പർ ഉണ്ട് താഴെ, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സംശയം അവിടെ തീർക്കാം. ഇപ്പൊ നമ്മൾ എന്തായാലും ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇനി ഇതിന് ശേഷം വേറെ ചെയ്യാൻ പറ്റുമോ? ഡയറ്റോ ഇത് എക്സസൈസ് ടീനേജ് പ്രായക്കാർക്ക് ടീനേജ് പ്രായക്കാർക്ക് ചെയ്യാം. പിന്നെന്താ, ഓ അവർക്കാണല്ലോ നല്ലപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.